പോസ്റ്റ് ഓഫീസിലെ ഏറ്റവും മികച്ചൊരു പ്ലാനിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മാസാമാസം നല്ലൊരു തുക വരുമാനമായിട്ട് നിങ്ങളുടെ കുടുംബ ചെലവുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാസാമാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി ആ ഡിപ്പോസിറ്റ് ചെയ്ത തുകയുടെ പലിശ കൃത്യമായിട്ട് വരും. നിങ്ങൾ മറ്റേത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്താലും മാസം കിട്ടുന്ന പലിശയെക്കാളും കൂടുതലാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതായത് ഒരു വ്യക്തിക്ക് 9 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചുകൊണ്ട് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് MIS, അതായത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്ന സ്കീമിലാണ് നിങ്ങൾ പണം ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്നും ഏറ്റവും ഉയർന്ന പലിശ വരുമാനം തന്നെ നിങ്ങൾക്ക് മാസാമാസം കിട്ടുന്നതായിരിക്കും. ആ സ്കീമിൻ്റെ പേരാണ് MIS, അതായത് മന്ത്ലി ഇൻകം സ്കീം. അതുവഴി ഒരു വ്യക്തിക്ക് 9 ലക്ഷം രൂപയാണ് പോസ്റ്റ് ഓഫീസിൽ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള പരിധി. അതായത് നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ പേരിലും 9 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് മാസം 22,000 രൂപ ഒരു കുടുംബ ചെലവിലേക്ക് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും. കൃത്യമായ മാസം നിങ്ങൾ ഏത് ഡേറ്റിനാണോ നിങ്ങൾ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തത് 30 ദിവസം കഴിയുമ്പോൾ ആ ഡേറ്റിന് കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പലിശ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ചേരാനായിട്ട് പറ്റുക? ആദ്യം പോസ്റ്റ് ഓഫീസിൽ ചെല്ലുക. പോസ്റ്റ് ഓഫീസിൽ ഒരു 500 രൂപ കൊടുത്തൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പുറത്തുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പലിശ വരും. പക്ഷേ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ഒരു 500 രൂപ കൊടുത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് ആ ഡേറ്റ് തന്നെ പണം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. മറ്റ് പുറത്തുള്ള ബാങ്കുകളിലേക്കാണ് വരുന്നതെങ്കിൽ പലിശ വേണ്ടതെങ്കിൽ അത് ഒരു ദിവസം ലേറ്റ് ആവും എന്നാണ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഞാനും ഈ സ്കീമിൽ കുറച്ച് പണം ഇട്ടിരുന്നു. അതെങ്ങനെയാണ് എന്താണ് എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ആദ്യം പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ ഇതേപോലെ 2 പാസ്ബുക്ക്, ആദ്യം ഒരു പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ 500 രൂപ കൊടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൻ്റെ പാസ്ബുക്കാണ്. രണ്ടാമത് ഞാൻ അവിടെ ഈ മന്ത്ലി ഇൻകം സ്കീമിൽ കുറച്ച് പണം ഇട്ടിരുന്നു, അതിൻ്റെ പാസ്ബുക്കാണ്. അപ്പോൾ ഈ 2 ബുക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ 500 രൂപ കൊടുത്ത് അക്കൗണ്ട് ചേരുക. ഉടൻ തന്നെ നിങ്ങൾ ആ അക്കൗണ്ട് ഓപ്പണായ ആ ബുക്ക് പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണായ ബുക്ക് കിട്ടുക. ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന അക്കൗണ്ട് നമ്പർ പ്രകാരമാണ് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്കാണ് പലിശ വരേണ്ടതെങ്കിൽ ആ അക്കൗണ്ട് നമ്പർ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ്, അതായത് മന്ത്ലി ഇൻകം സ്കീമിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ ഫോമിൽ ഈ അക്കൗണ്ട് നമ്പർ എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യത്തെ ദിവസം അക്കൗണ്ട് ചേരുകയും പിറ്റേ ദിവസം പോയിട്ട് ഈ പാസ്ബുക്ക് വാങ്ങിക്കുകയും അതിലുള്ള അക്കൗണ്ട് നമ്പർ ആ ഫിക്സഡ് ഡിപ്പോസിറ്റ്, അതായത് മന്ത്ലി ഇൻകം സ്കീമിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഇതിലുള്ള അക്കൗണ്ട് നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. ആ അക്കൗണ്ട് നമ്പറിലേക്കായിരിക്കും പലിശ കൃത്യമായിട്ട് വരിക. ഞാൻ 5 ലക്ഷം രൂപയാണ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്ന സ്കീമിൽ ഡിപ്പോസിറ്റ് ചെയ്തത്. എനിക്ക് കൃത്യമായിട്ട് ഈ പാസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് 3083 രൂപ എല്ലാ മാസവും കിട്ടുന്നതായിരിക്കുമെന്നതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പലിശ എന്ന് പറയുന്നത് 7.4% നമ്മൾക്ക് മാസം പലിശയായിട്ട് കിട്ടുന്നത്. അതായത് ഞാൻ 5 ലക്ഷം രൂപ MIS സ്കീമിൽ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചപ്പോൾ എനിക്ക് കിട്ടുന്ന മാസ വരുമാനം എന്ന് പറയുന്നത് 3083 രൂപയാണ്. അപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ഒരു വ്യക്തിക്ക് 9 ലക്ഷമാണ് പരിധി വെച്ചിരിക്കുന്നത്. നിങ്ങളൊരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ തീർച്ചയായും 4 പേർക്കുമായിട്ട് 9 ലക്ഷം രൂപയുടെ ഓരോ അക്കൗണ്ട് ചേരാം.
അതായത് MIS സ്കീം 4 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് ചേരാനും പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു ഭാര്യയും ഭർത്താവിൻ്റെ പേരിൽ ജോയിൻ്റ് ആയിട്ടാണ് ചേരുന്നതെങ്കിൽ 15 ലക്ഷം രൂപയാണ് ഡിപ്പോസിറ്റ് തുകയുടെ പരിധി എന്ന് പറയുന്നത്. 15 ലക്ഷം രൂപ വരെയുള്ള തുകയാണ് നിങ്ങൾക്ക് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2 പേർക്കുമായിട്ട് 9250 രൂപ മാസം കൃത്യമായി പലിശ കിട്ടുന്ന സ്കീമാണ് ഈ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്ന ഈ ബെസ്റ്റ് സ്കീം. അതായത് ഞാൻ ചേർന്നു, എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൂടാതെ തന്നെ ഞാൻ 500 രൂപ കൊടുത്ത് അക്കൗണ്ട് ചേർന്നപ്പോൾ എനിക്ക് ATM കാർഡ്, പോസ്റ്റ് ഓഫീസിൻ്റെ ATM കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടാനുള്ള ഫോം കൂടെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നു. ആ ATM കാർഡ് കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ATM, എൻ്റെ പോസ്റ്റിൽ വന്നത് ATMൻ്റെ കവറാണിത്. ഇതിനകത്ത് ATM കാർഡുണ്ട്. ഇതേപോലൊരു പൗച്ചിനകത്ത് ATM കാർഡ് തന്നിട്ടുണ്ട്. ഇതാണ് ATM കാർഡ്. അപ്പോൾ ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ ATM കാർഡാണ്. നമ്മൾക്ക് ഏത് ATM മെഷീനിലും ഇത് വർക്കാവും. ഇന്ത്യയിൽ എവിടെയും ഇത് വർക്കാവും. ഇന്ത്യയിലെ ഏത് ബാങ്കിൻ്റെ ATM മെഷീനായാലും ഇത് വർക്കാവുന്നതായിരിക്കും. ഇന്ത്യയിലെ ഏതൊരു ATM മെഷീനിൽ നിന്ന് നമുക്ക് ഈ പണം പിൻവലിക്കാം, യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ ATM മെഷീനുണ്ട്. ഇന്ത്യൻ പോസ്റ്റിൻ്റെ ATM മെഷീനുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് പിൻവലിക്കാം പണം, യാതൊരു പ്രശ്നവുമില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് അവിടെ MIS സ്കീമിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് പലിശ വരുമാനം വരേണ്ടത് പോസ്റ്റ് ഓഫീസ് വഴിയാണ്. പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് വഴിയാണെങ്കിൽ തീർച്ചയായും 500 രൂപ കൊടുത്ത് അവിടെ അക്കൗണ്ട് ചേരുക. 500 രൂപ കൊടുത്ത് അക്കൗണ്ട് ചേരുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ATMനുള്ള ഫോം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ATM കാർഡും വീട്ടിലേക്ക് പോസ്റ്റ് വഴി വരുന്നതായിരിക്കും. അക്കൗണ്ട് ചേർന്ന പിറ്റേന്ന് തന്നെ നിങ്ങൾ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട തുക ചെക്ക് മുഖേന കൊടുക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ MIS സ്കീം, അതായത് മന്ത്ലി ഇൻകം സ്കീം ഓപ്പണായി. ആ ഡേറ്റ് മുതൽ 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പലിശ കൃത്യമായിട്ട് കിട്ടും. നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ പേരിലും സെപ്പറേറ്റ് അക്കൗണ്ടുകൾ ചേരാം. 9 ലക്ഷം വീതം ഡിപ്പോസിറ്റ് ചെയ്യാം. നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് 2 പേരും ജോയിൻ്റ് ആയിട്ടാണ് ചേരുന്നതെങ്കിൽ 15 ലക്ഷം രൂപ വരെ ഡിപ്പോസിറ്റ് ചെയ്യാം. 9250 രൂപ നിങ്ങൾക്ക് മാസം പലിശ വരുമാനം കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയാണ് ഉള്ളതെങ്കിൽ, ഞാനൊരു 5 ലക്ഷം രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് മാസം കിട്ടുന്ന വരുമാനം ഈ പാസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് 3083 രൂപ മാസം കൃത്യമായിട്ട് കിട്ടും എന്ന് തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതായത് 7.4% ബെസ്റ്റ് പലിശ ഓഫർ തന്നെയാണിത്. അതായത് 5 വർഷമാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. 5 വർഷത്തിന് മുമ്പും നമുക്ക് പണം പിൻവലിക്കാം. ഏതെങ്കിലും വിധത്തിൽ അത്യാവശ്യം വരികയാണെങ്കിൽ ഒരു 1.5 വർഷത്തിന് ശേഷം ഈ പണം പിൻവലിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഞാൻ ചോദിച്ചപ്പോൾ അവർ എനിക്ക് തന്ന വിവരം. ഇതിനെക്കുറിച്ച്, ഈ അക്കൗണ്ടിനെ കുറിച്ച്, അതായത് MIS സ്കീമിനെ കുറിച്ച് ഞാൻ ഫുൾ വിവരം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും നിങ്ങൾക്ക് പണം സുരക്ഷിതമായി കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടിയുള്ള, കേന്ദ്ര സർക്കാരിൻ്റെ ഒരിക്കലും പൊളിയാത്ത, നമ്മുടെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഓഫീസിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ സമാധാനത്തോടെ മാസാമാസം പലിശ വാങ്ങി സുഖമായിട്ട് ജീവിക്കാം.